അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളോട് സംസാരങ്ങളോട് പലരും പ്രതികരണങ്ങൾ അറിയിച്ചു. ചിലരൊക്കെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു, ചിലർ പോസ്റ്റുകൾ ഇട്ടു, ചിലരുടെ കമന്റുകൾ ഞാൻ വായിച്ചു. ഇപ്പൊ IPVയുടെ ഉത്തരവാദപ്പെട്ട അരിയല്ലൂർ മാഷിനെ പോലെയുള്ള ആളുകൾ ഉൾപ്പെടെ അതിനോട് പ്രതികരിച്ചു. എല്ലാവരോടും സന്തോഷം അറിയിക്കുന്നു. ഈ ചർച്ചകൾ ഒരുപാട് കാലമായി പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ സമീപകാലത്ത് MLF-ൽ ഇതുമായി ബന്ധപ്പെട്ടൊരു സെഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുമ്പ് മുസ്ലിം പ്രസാധകരുടെ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. അതിന്റെ കീഴിൽ പ്രസിദ്ധീകരണങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള വർക്ക്ഷോപ്പുകളും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ജൂബിലി ഹാളിൽ എക്സിബിഷനുകൾ ഉൾപ്പെടെ നടന്നിരുന്നു. പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയുടെ ചില ഒളിയ അജണ്ടകൾ നടപ്പിലാക്കാൻ അതിലൂടെ ശ്രമിച്ചപ്പോഴാണ് ആ കൂട്ടായ്മ തകർന്നു പോയത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ ഞാൻ സമകാലിക സംഭവങ്ങളിലേക്ക് വരാം. നമ്മൾ പലപ്പോഴും ഇപ്പോൾ എന്തിനാണ് നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിൽ നമ്മുടെ നിലപാടല്ല, ഈ ലേഖനം നമ്മുടെ സംഘടനയുടെ നിലപാടല്ല, അല്ലെങ്കിൽ സുന്നികളുടെ നിലപാടല്ല, മുസ്ലിങ്ങളുടെ നിലപാടല്ല എന്ന് നമുക്ക് വിശദീകരിക്കേണ്ടി വരുന്ന ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാതിരിക്കുകയും അത്തരം ലേഖകരെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തി കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യുക എന്നൊരു സമീപനമല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നൊരാലോചന കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. കാരണം പഴയ കാലത്തുൾപ്പെടെ നമ്മൾ ഒരു കാലത്ത് നമ്മുടെ റിസാല ഉൾപ്പെടെയുള്ള സുന്നി പ്രസിദ്ധീകരണങ്ങളിൽ ഒരുപാട് ലേഖനങ്ങൾ സ്വന്തം പേരിലും ഇതുപോലെയുള്ള അപരനാമങ്ങളിലും എഴുതിയിരുന്ന ചില ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഇലയനക്കങ്ങൾ എന്ന പേരിൽ ഒരുപാട് കാലം റിസാലയിൽ ഒരു പങ്ക്തി കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ് ജമാൽ കൊച്ചങ്ങാടി സാഹിബ്. അതുപോലെ ഒരുപാട് ലേഖനങ്ങൾ റിസാലയിൽ എഴുതിയ, ഒരുപാട് പുസ്തകങ്ങളും IPV പ്രസിദ്ധീകരിച്ച ഒരാളാണ് AK അബ്ദുൽ മജീദ് സാഹിബ്. അതുപോലെ ഡോക്ടർ PA അബൂബക്കർ, അതുപോലെ AP കുഞ്ഞാമോ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിരന്തരമായി എഴുതുകയും നമ്മുടെ വേദികളിൽ നിരന്തരമായി പങ്കെടുക്കുകയും നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ അനുവാചകർ, അനുഭാവികളെല്ലാം വളരെ വിലപ്പെട്ടവരെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഈ ആളുകൾക്കൊക്കെയും പിൽക്കാലത്ത് എന്താണ് സംഭവിച്ചത്? ഇനി ആ കാലത്ത് തന്നെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുന്നു, കൂലി വാങ്ങുന്നു. അവർ ശബാബിൽ എഴുതുന്നു, കൂലി വാങ്ങുന്നു. പ്രബോധനത്തിൽ എഴുതുന്നു, കൂലി വാങ്ങുന്നു. ഇപ്പൊ AK അബ്ദുൽ മജീദ് സാഹിബിന്റെ അടുത്ത കാലത്ത് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് പോലും IPH ആണ്, മുമ്പും ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസാനം ഈ അടുത്തിടെ പ്രകാശനം ചെയ്ത ഒരു പുസ്തകം ഇറാന്റെ അതുപോലെ ഷിയായിസത്തിന്റെ ചരിത്രവും പൈതൃകവും ഒക്കെയായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. അപ്പൊ ഇവരെല്ലാം നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനം എഴുതും, നമ്മുടെ വേദികളിൽ വന്ന് പങ്കെടുക്കും, അവർക്ക് പറയാനുള്ളത് പറയും. അതേസമയം തന്നെ ഞാൻ ഈ പ്രതിപാദിച്ച പേരുകാരിൽ ചിലരും അതല്ലാത്ത പലരും നമ്മുടെ വേദികളിൽ നിന്ന് നമ്മൾ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ പലരും പുറത്ത് സ്വകാര്യമായ വേദികളിലും പരസ്യമായ വേദികളിലും ചിലപ്പോഴൊക്കെ സോഷ്യൽ മീഡിയകളിലെ പരസ്യമായ ഇടപെടലുകളിൽ പോലും സുന്നി ഉലമാക്കളെയും സുന്നി സംസ്കാരത്തെയും സുന്നി ആചാരങ്ങളെയും സുന്നി വിശ്വാസങ്ങളെയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും വളരെയധികം പുച്ഛത്തോടെ സുന്നികളെ സമീപിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു എന്നത് വളരെയധികം വേദനയുണ്ടാക്കുന്നതാണ്. എന്തിനാണ് അത്തരത്തിലുള്ള കുറേ സോക്കോൾഡ് ആളുകളെ നമ്മൾ ഇങ്ങനെ താങ്ങി നടക്കേണ്ട എന്ത് ഗതികേടാണ് കേരളത്തിലെ സുന്നികൾക്കുള്ളത്? അത്രയും വലിയ ഒരു ബൗദ്ധിക ദാരിദ്ര്യം, ദൈക്ഷണികമായ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണോ സുന്നികൾ? സുന്നികളുടെ ഈ വസന്തകാലത്ത് പോലും നോക്കൂ, മറ്റെല്ലാവരും തകർന്ന് തരിപ്പണമായ ഒരു കാലമാണ്. നമ്മുടെ ഈ വസന്തകാലത്ത് പോലും എന്തിനാണ് അത്തരത്തിലുള്ള ആളുകളെ നമ്മളിങ്ങനെ താങ്ങി നടക്കുന്നത്? ഇവരിൽ എത്ര ആളുകളെ നമുക്കിന്ന് ന്യായീകരിക്കാൻ കഴിയും, നമുക്കിന്ന് ഏറ്റെടുക്കാൻ കഴിയും? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ പ്രസിദ്ധീകരണം ആരംഭിച്ചത്? നമുക്ക് KK ജോഷിയുടെയോ സഞ്ജയന്റെയോ ഇന്ത്യൻ രാഷ്ട്രീയത്തെയോ കേരള രാഷ്ട്രീയത്തെയോ കുറിച്ചുള്ള അവലോകനങ്ങൾ വായിക്കാനുള്ള പ്രസിദ്ധീകരണം ഇല്ലാത്തതുകൊണ്ടായിരുന്നോ കേരളത്തിലെ സുന്നികൾ വളരെയധികം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, ഇപ്പൊ നമ്മുടെ റിസാല പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളുടെ തുടക്കകാലം, അന്നത്തെ അതിനുവേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്ന് ചരിത്രം വായിക്കുമ്പോൾ പലപ്പോഴും ആ കഷ്ടപ്പാടൊക്കെ ഇതിനു വേണ്ടി ആയിരുന്നോ എന്ന് വർത്തമാനകാലത്ത് നിന്ന് അതിനെ കാണുമ്പോൾ നമുക്ക് ആശങ്ക തോന്നാറുണ്ട്. ഞാൻ പഴയ കാലത്തെ കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്. നമുക്ക് അത്തരം രാഷ്ട്രീയ കാര്യങ്ങൾ വായിക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ലേഖനങ്ങളുണ്ടല്ലോ. മറിച്ച് സുന്നി വിശ്വാസികൾ സുന്നി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ നിലപാടുകൾ രൂപപ്പെടുത്തേണ്ടത് എന്ന് പഠിക്കാനാണ്. ഇപ്പൊ നമ്മൾ മതം പഠിക്കേണ്ടത് നമ്മുടെ ഉലമയിൽ നിന്ന്, രാഷ്ട്രീയം പഠിക്കേണ്ടത് ജോഷിയിൽ നിന്നും സഞ്ജയനിൽ നിന്നും. അങ്ങനെയല്ല, സുന്നികൾ രാഷ്ട്രീയം പഠിക്കേണ്ടതും നമ്മുടെ ഉലമയിൽ നിന്നാണ്, അഹ്ലുസുന്നന്റെ ഉസൂലുകളിൽ നിന്നാണ്
നമ്മൾ മതേതര രാഷ്ട്രീയത്തിലെ വ്യവഹാരങ്ങളെപ്പോലും നോക്കിക്കാണേണ്ടതും നിലപാടുകൾ രൂപപ്പെടുത്തേണ്ടതും. അതിൽ സംഭവിച്ച ഒരു അപചയം വലിയ രൂപത്തിൽ സുന്നി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പോലും വലിയ രൂപത്തിൽ നമ്മുടെ ഉസൂലുകളിൽ നിന്നുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതിൽ സംഭവിച്ച വീഴ്ച ഗൗരവതരമായ രൂപത്തിൽ പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ എഴുതുന്ന ആരെങ്കിലും താങ്ങി നടക്കുകയോ അവരുടെ വാദങ്ങളെ ന്യായീകരിക്കുകയോ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയോ ചെയ്യേണ്ട യാതൊരു ബാധ്യതയും സുന്നികൾക്കില്ല. നമ്മൾ അങ്ങനെ ആരൊക്കെയാണ് ഏറ്റെടുക്കുക? AK അബ്ദുൽ മജീദ് സാഹിബിന്റെ എല്ലാ എഴുത്തുകളെയും വാദങ്ങളെയും നമുക്ക് ഏറ്റെടുത്ത് ന്യായീകരിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ എഴുതി എന്ന് വെച്ച് അതൊക്കെ മുസ്ഹഫിന്റെ നെടുക്കണ്ടങ്ങളാണ്, നമ്മൾ അതിനെല്ലാം പിരടിയിൽ വെച്ച് ഏറ്റെടുക്കണം എന്ന ധാരണയിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ചില ആളുകൾ ഇത് കണ്ടു. ഇപ്പോ ഈ സഞ്ജയൻ അല്ലെ, ആ ലേഖനം വിവാദമായ സമയത്ത് തന്നെ നമ്മൾ എന്താണ് മെറിറ്റ് എന്ന് പോലും മനസ്സിലാക്കാതെ പ്രതികരിക്കുന്ന ഒരു അത്ര വലിയൊരു രാഷ്ട്രീയ സാക്ഷരതയില്ലായ്മ. എങ്ങനെയാണ് ഇത്രയും പ്രസിദ്ധീകരണങ്ങളും പ്രസാധനാലയങ്ങളും നിരന്തരം സാഹിത്യ, കല, രാഷ്ട്രീയ, സാംസ്കാരിക ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിട്ട് പോലും നമ്മൾ എങ്ങനെയാണ് ആ സാക്ഷരതയില്ലായ്മ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ആശങ്കയോടെ ആലോചിക്കുന്നത്. ഇപ്പൊ എന്തായിരുന്നു പ്രശ്നം? ചില ആളുകളുടെ പോസ്റ്റുകൾ കണ്ടു. സഞ്ജയൻ എഴുതിയ കോൺഗ്രസ് വിരുദ്ധ ലേഖനം, ഇതാ സഞ്ജയൻ പണ്ട് എഴുതിയ സംഘപരിവാർ വിരുദ്ധ ലേഖനം. അതാണോ ഇപ്പോഴത്തെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഇതേ സഞ്ജയൻ എത്രയോ CPM വിരുദ്ധ, ഇടത് വിരുദ്ധ ലേഖനങ്ങൾ എഴുതിയിട്ടില്ലേ? അന്നേ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. അദ്ദേഹം ഇപ്പൊ അവസാനം ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്താ? ഇത് CPM വിരുദ്ധമാണെന്നുള്ളതാണോ? എന്താ CPM-നെ നമുക്ക് വിമർശിക്കുന്നതിൽ എന്താ പ്രശ്നം? CPM-നെ വിമർശിച്ച നമ്മുടെ കമ്മ്യൂണിസത്തെ, മാർക്സിസത്തെ വിമർശിച്ചുകൊണ്ട് നമ്മുടെ ഉലമാക്കൾ പോലും ഇതിനു മുമ്പ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ആ ലേഖനം അതൊരു ഇടത് വിരുദ്ധ, CPM വിരുദ്ധ സാധനം എന്നതല്ല, മറിച്ച് അതിലാ കുട്ടിക്കെതിരെ ഉപയോഗിക്കുന്ന ഭാഷയും പ്രയോഗങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയും അഹ്ലുസുന്നയുടെ അടിസ്ഥാന നയങ്ങൾക്ക് തന്നെ എതിരാണ്. ഇപ്പൊ അദ്ദേഹം ചില ആധുനിക രാഷ്ട്ര മോഡലുകളൊക്കെയാണ് അതിൽ വളരെ പരിശുദ്ധമായ മാതൃകകളായി അവതരിപ്പിക്കുന്നത്. അതെല്ലാം ഇസ്ലാം നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഉസൂലിന് തന്നെ എതിരായ സിദ്ധാന്തങ്ങളാണ് അത് അവതരിപ്പിക്കുന്നത് എന്നതാണ്. അത് മനസ്സിലാക്കാനുള്ള ആത്മീയ ബോധവും ഇനി അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധവും പോലും ഇല്ലാത്ത ആളുകൾ നമുക്കിടയിൽ നിന്ന് ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും ബോധപൂർവമുള്ള പരിശീലനങ്ങളും നമ്മൾ നടത്തേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കിയ ചില വിവാദങ്ങൾ കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത്. അപ്പൊ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിൽ നമ്മുടെ നിലപാടല്ല എന്ന് വിശദീകരിക്കേണ്ടി വരുന്ന ഒന്നുമില്ലാതിരിക്കുമ്പോഴാണ് അത് അർത്ഥപൂർണമായ രൂപത്തിൽ ലക്ഷ്യാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു സുന്നി പ്രസിദ്ധീകരണമായി മാറുന്നത്. നമുക്കിഷ്ടം പോലെ ബുദ്ധിജീവികളുണ്ട്, ഗവേഷകരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ എന്താണ് സുന്നികളുടെ രാഷ്ട്രീയ വീക്ഷണം? എന്താണ് സുന്നികളുടെ സാമൂഹിക വീക്ഷണം? പരിസ്ഥിതിയെക്കുറിച്ച് എന്താണ് സുന്നികളുടെ വീക്ഷണം? ഇത് പഠിപ്പിക്കാൻ, ഇത് ചർച്ച ചെയ്യാനാണ് സുന്നികൾ വളരെ കഷ്ടപ്പെട്ട് പരിമിതികൾക്കിടയിൽ നിന്ന് പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചത്. ആ ലക്ഷ്യത്തിലാണിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.